കാര്യമായ മഴ, കനത്ത മഴ എന്ന് പറയുമ്പോൾ അത് കൂടുതലായും വടക്കൻ കേരളത്തിലാണ്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലും മഴ കൂടുതൽ ശക്തമാകും എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു പൊതുവായ മുന്നറിയിപ്പ് ആ നിലയിലാണ് നിൽക്കുന്നത്. കോഴിക്കോട്, വയനാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടാണ് നമ്മൾക്കൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്. തിരുവനന്തപുരത്ത് കാര്യമായ മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, തിരുവനന്തപുരം തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ അതല്ല പൊതുവേ കേരളത്തിൻ്റെ അവസ്ഥ അല്ലേ? അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സമാനമായ രീതിയിൽ മധ്യ വടക്കൻ കേരളത്തിൽ ആണ് ശക്തമായ മഴ ഈ കർക്കിടകം ആരംഭിച്ചത് മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാലക്കാടും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ജില്ലകൾ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ മഴയെ നേരിടാനുള്ള മുൻകരുതലുകളുമുണ്ട് ഈ ജില്ലകളിൽ. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പാലക്കാട് മുതൽ ഇങ്ങോട്ട് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ അലേർട്ടുകൾ ഇപ്പോൾ രാവിലെ നമ്മൾ പറയുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. അല്പസമയത്തിനകം പുതിയ അലേർട്ടുകൾ വരും. നിലവിൽ ഉള്ള അലേർട്ട് എന്ന് പറയുന്നത് രാവിലെ 4:09 പുറപ്പെടുവിച്ചതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ആ മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഈ ജില്ലകളിൽ തുടരും എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ മഴ പൊതുവെ നിലവിൽ കുറവാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടത്തും ഇത്തരത്തിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുമുണ്ട്. ശരത്ത്, വയനാടൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ കാര്യമായ മഴ? ഒരു സംസ്ഥാന വ്യാപകമായ ഒരു മഴയും മഴക്കെടുതികളുടെ ഒരു അന്തരീക്ഷം നോക്കിയാൽ, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ജില്ലകൾ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏറ്റവും അധികം തുറന്നൊരു ജില്ല എന്ന നില, അതുപോലെ ഡാമുകളുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട്, നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇത്തരം ഒരു ശക്തമായ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായ ഒരു അവസ്ഥ പല ജില്ലകളിലും ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് അല്ലേ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. മണ്ണിടിച്ചിലുണ്ട്, ഉരുൾപൊട്ടലുണ്ട്. ഈ കണ്ണൂരിന് അടുത്തുള്ള ഈ കർണാടകത്തിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കൂട്ടുപുഴയ്ക്ക് മുകളിൽ ഒക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത് പല തോടുകളിലേക്കും വെള്ളം ഇരച്ച് കയറുന്ന സാഹചര്യമുണ്ടായി. പുഴ ശക്തമായി ഒഴുകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പലതരത്തിലും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങൾ ഉള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെയുള്ള സാഹചര്യത്തിൽ അതിനുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ ഈ ജില്ലകളിൽ പെയ്യും എന്നുള്ള മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, വയനാട്ടിലും അതുപോലെ തന്നെ കബനി നദി ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായി. പലയിടത്തും വീടുകൾ ഒറ്റപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട്ടിലാണ് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അവരെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ പലതവണ പ്രളയത്തെയൊക്കെ അതിജീവിച്ചതുകൊണ്ട് തന്നെ അത്തരം അനുഭവങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ കരുത്താകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത്, ശരിയാണ്. വിജിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രളയം കടന്ന നാടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മഴക്കാലവും ആ പ്രളയകാലത്തിന് ശേഷം നമ്മൾ വളരെ ജാഗ്രതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുന്ന കാലം തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ ജില്ലയിലും പെയ്യുന്ന മഴ, മഴക്കെടുതികൾ, അതിനനുസരിച്ച് വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതുപോലെ ദുരന്ത നിവാരണ സംവിധാനം ഉറപ്പാക്കൽ, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ശ്രദ്ധിക്കൽ, ഇതൊക്കെ നടന്നു വരുന്നു. സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഒക്കെയാണ് കാര്യങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്നത്.